ഹോട്ടലിൽ കിട്ടുന്ന മുട്ടക്കറി വളരെ ടേസ്റ്റി ആയിട്ട് അതേ രുചിയിൽ തന്നെ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പുട്ട്, അതുപോലെ തന്നെ ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. മുട്ടക്കറി ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചി കിട്ടാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടി ആയത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലുള്ള നാടൻ റെസിപ്പീസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായി അരിഞ്ഞതൊന്ന് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം. പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ നിൽക്കേണ്ടത് ഇതിൽ കേട്ടോ, എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുക. അതുപോലെ സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. സവാള വാട്ടുന്നതിലാണ് നമ്മളെ മുട്ടക്കറീൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ട് വേണം കേട്ടോ ഈ ഒരു കാര്യം ചെയ്യാൻ. എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഇതാ നല്ലപോലെ തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇടുന്നതിനേക്കാളും ഇതുപോലെ ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ അതിൻ്റെ ഒരു പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സൈസിലുള്ള നല്ല പഴുത്ത അധികം പുളിയില്ലാത്ത തക്കാളിയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തക്കാളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത തക്കാളി തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ തക്കാളി നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് ചേർത്താലും മതി. അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക്. അപ്പോൾ അതെല്ലാം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയാണ് ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു കളർ കിട്ടും. ഇനി അതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറ്റിയെടുക്കണം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പച്ചമണം നല്ലപോലെ മാറിക്കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് ഞാനിനി ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. പച്ചമണം മാറിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു കറി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ ഒരു പൊടീൻ്റെ ഒരു ചൊവയുണ്ടാവും, പച്ച ചൊവയുണ്ടാവും. അതുകൊണ്ട് നല്ലപോലെ തന്നെ പച്ചമണം മാറ്റിയെടുത്തതിന് ശേഷം മാത്രം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കറി നമ്മൾ നല്ലപോലെ തന്നെ ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഒരു സമയം നമുക്ക് ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഗരം മസാല പൊടി ചേർക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പു, ഏലക്ക, അതൊക്കെ ഓരോന്ന് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് 10 മിനിറ്റ് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു നുള്ള് ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടി അല്ലെങ്കിൽ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കാം. അപ്പോൾ പെരുംജീരകപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാം. അതാകുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമ്മൾ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് വേറെ ചേർക്കുന്ന ചേരുവ എന്ന് പറയുന്നത് ഒരു നുള്ള് പഞ്ചസാരയാണ്. അപ്പോൾ ഇതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള കറിക്ക് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നല്ല രുചി ഉണ്ടാകും. അതുപോലെ തന്നെ പിന്നെ നമ്മളിതിലേക്ക് മുട്ട ചേർക്കുന്നുണ്ട്. ഞാനിതിൽ 3 മുട്ടയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ചും കൂടി കറിവേപ്പില ഇതിൻ്റെ മേലേക്ക് ചേർക്കുന്നുണ്ട്. മുട്ട ചേർക്കുമ്പോൾ അതിന് സൈഡിൽ ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. പിന്നെ ചെറിയ ഫ്ലെയിമിൽ നല്ലപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ കുറുകിയിട്ട് നമ്മുടെ ആ ഒരു മുട്ടയോട് മസാല ചേർന്ന് കിട്ടണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ലാസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോഴേക്ക് വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മുട്ടക്കറി ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക്